ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ് 6 ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാർവൽ ഓഫ് മാഗ്നറ്റിക് റിയലം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. നെയിം ദ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് ബൈ വിച്ച് ഇറ്റ് അട്രാക്ട് അയൺ ഫില്ലിങ്സ്. നമുക്കറിയാം ഒരു മാഗ്നറ്റ് അയൺ ഫില്ലിങ്സിനെ അട്രാക്ട് ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരെന്താണ്? മാഗ്നെറ്റിസം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാഗ്നെറ്റിസം. വിച്ച് പോൾ ഓഫ് ടു മാഗ്നറ്റ് അട്രാക്ട് ഈച്ച് അതർ. മാഗ്നറ്റ്സിന് രണ്ട് പോൾസ് ഉണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. അതിൽ ഏതൊക്കെ തമ്മിലാണ് അട്രാക്ട് ചെയ്യുക? അൺലൈക്ക് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക. അതായത് നോർത്തും സൗത്തും തമ്മിലാണ് അട്രാക്ട് ചെയ്യുള്ളൂ. ലൈക്ക് പോൾസ് എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യാണ് ചെയ്യുക. വിച്ച് പോൾസ് ഓഫ് ദ ടു മാഗ്നറ്റ്സ് റിപ്പൽ ഈച്ച് അതർ. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, ലൈക്ക് പോൾസ്, ഒരേപോലെയുള്ള പോൾസ് ആണ് റിപ്പൽ ചെയ്യുക. അതായത് നോർത്ത് ഓർ സൗത്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, വാട്ട് ഹാപ്പൻസ് വെൻ എ മാഗ്നറ്റ് ഈസ് കട്ട് ഇൻ ടു 2 പീസസ്. ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു മാഗ്നറ്റ് 2 പീസസ് ആയി കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈച്ച് പീസ് ബിക്കം എ മാഗ്നറ്റ് വിത്ത് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. ഓരോ പീസും എന്തായിട്ട് മാറും? അഗെയിൻ ഒരു മാഗ്നറ്റ് ആയി മാറും. അതിനെന്തുണ്ടാവും? ഒരു നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, നെയിം ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എർത്ത്സ് മാഗ്നറ്റിസം. അതിൻ്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണ്? കോമ്പസ് ആണ് കേട്ടോ. കോമ്പസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് സ്ട്രോങ്ങർ, പോൾ ഓഫ് എ മാഗ്നറ്റ് ഓർ ഇറ്റ്സ് മിഡിൽ. നമ്മൾ കറക്റ്റായിട്ട് മാഗ്നറ്റിൻ്റെ പാർട്സ് ഏത് ഭാഗമാണ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞിട്ടുള്ളത്? പോൾസ് ആണ്. ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ് അല്ലേ. വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്? എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വെർ മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ബി ഫെൽറ്റ്. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന മാഗ്നറ്റിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, നെയിം 2 മെറ്റീരിയൽസ് ദാറ്റ് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് കൊണ്ടുവയ്ക്കുമ്പോൾ അട്രാക്ട് ചെയ്യാത്ത ഏതെങ്കിലും കുറേ മെറ്റീരിയൽസ് നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് വുഡ് പറയാം, മറ്റേത് പ്ലാസ്റ്റിക് പറയാം കേട്ടോ. ഓക്കെ, അടുത്തത് ഷോർട്ട് ആൻസേഴ്സ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്? നാച്ചുറൽ മാഗ്നറ്റ് എന്താണ്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്താണ്? നാച്ചുറൽ, ഫൗണ്ട് ഇൻ നാച്ചുറൽ കാണുന്നതാണ് നാച്ചുറൽ മാഗ്നറ്റ്. ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ എന്താ? മാൻ മെയ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ്. നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ, പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബാർ മാഗ്നറ്റ്, ഹോസ് ഷൂ. ഓക്കെ, പിന്നെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് 2 എണ്ണം പറഞ്ഞാൽ മതി. ഡിഫൈൻ ദ മാഗ്നറ്റിക് പോൾസ്. എന്താണ് മാഗ്നറ്റിക് പോൾസ്? ദ എൻഡ്സ് ഓഫ് എ മാഗ്നറ്റ് വേർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ങസ്റ്റ് ആർ കോൾഡ് മാഗ്നറ്റിക് പോൾസ്. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്ന ഭാഗമാണ് മാഗ്നറ്റിക് പോൾസ്, മാഗ്നറ്റിലെ ഭാഗം കേട്ടോ. സ്റ്റേറ്റ് ദ ലോ ഓഫ് മാഗ്നറ്റിക് പോൾസ്. മാഗ്നറ്റിക് പോൾസിന് ഒരു ലോ ഉണ്ട്. എന്താണ്? ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾ അട്രാക്റ്റ്. അതായത് ഒരേപോലെയുള്ളത് റിപ്പൽ ചെയ്തു പോവും, ഒരേപോലെ അല്ലാത്തത് അട്രാക്ട് ചെയ്യും. ഓക്കെ, വൈ ഡു സെയിലേഴ്സ് യൂസ് എ കോമ്പസ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടു ഫൈൻഡ് ഡയറക്ഷൻ വൈൽ അറ്റ് സീ. സീയിലുള്ളപ്പോൾ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. വൈ ഡസ് എ മാഗ്നറ്റൈസ്ഡ് നീഡിൽ ഓൾവേസ് റെസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ? നമുക്കറിയാം ഒരു നീഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലാണ് നിൽക്കാൻ നമ്മൾ പഠിച്ചത്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? ഡ്യൂ ടു എർത്ത്സ് മാഗ്നറ്റിസം. ആ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അപ്ലിക്കേഷൻ ടൈപ്പിൽ ചോദിക്കാം. ഡ്യൂ ടു എർത്ത്സ് മാഗ്നറ്റിസം. അടുത്തത്, റൈറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ പെർമനന്റ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റ്സും ടെമ്പററി മാഗ്നറ്റ്സും തമ്മിലുള്ള 2 ഡിഫറൻസ് പറയാൻ. പെർമനന്റ് റീറ്റെയിൻസ് മാഗ്നറ്റിസം, ടെമ്പററി ലോസസ് ക്വിക്കലി. അപ്പോൾ മാഗ്നറ്റിസം വീണ്ടെടുക്കാൻ ആർക്ക് പറ്റും? പെർമനന്റിന് പറ്റും, ടെമ്പററിക്ക് അത്ര പെട്ടെന്ന് പറ്റില്ല. ഓക്കെ, ഹൗ ക്യാൻ യു മാഗ്നറ്റൈസ് എ പീസ് ഓഫ് അയൺ? നമുക്കറിയാം ഒരു അയൺ മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും എന്നറിയാം അല്ലേ. ബൈ റബ്ബിംഗ് വിത്ത് എ മാഗ്നറ്റ് ഇൻ 1 ഡയറക്ഷൻ. അതിൻ്റെ ആൻസർ ആണ് കേട്ടോ. അടുത്തത്, ഗീവ് 2 യൂസസ് ഓഫ് മാഗ്നറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പാഠത്തിൽ. മാഗ്നറ്റ്സിൻ്റെ യൂസ് ഡെയിലി ലൈഫിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ ഫ്രിഡ്ജ് ഡോസ്, ഇൻ ഇലക്ട്രിക് ബെൽസ്. ഫ്രിഡ്ജ് ഡോസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ബെൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, വൈ ഈസ് ദ സെൻറ്റർ ഓഫ് എ ബാർ മാഗ്നറ്റ് വീക്ക്? ഒരു ബാർ മാഗ്നറ്റിൻ്റെ സെൻറ്റർ വീക്കാണ്. ഏറ്റവും കൂടുതൽ
സ്ട്രോങ് എവിടെയാണ്? പോൾസിലാണ്. സോ ബിക്കോസ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് പോൾസ്. ഓക്കെ, അടുത്തത് നെയിം 2 ഷേപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിന് ഏതെങ്കിലും എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ബാർ മാഗ്നറ്റ് പറയാം, ഹോഷു മാഗ്നറ്റ് പറയാം. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റി ടു ഷോ ദാറ്റ് മാഗ്നറ്റ് ആൾവേസ് ഹാസ് 2 പോൾസ്. അതായത് ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ആക്ടിവിറ്റി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് പറയാം, കട്ട് എ മാഗ്നറ്റ് ഇൻ ടു 2 പീസസ്, ബോത്ത് പീസസ് വിൽ ഹാവ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. ഒന്നുമില്ല, ഒരു മാഗ്നറ്റിനെ 2 കഷ്ണാക്കി. അപ്പോൾ നമുക്ക് അഗെയിൻ എന്ത് കിട്ടും? അഗെയിൻ ഒരു മാഗ്നറ്റ് ഉണ്ടായിരുന്നത് 2 മാഗ്നറ്റ് ആയിട്ട് കിട്ടും. അതിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്, 2 എണ്ണത്തിനും നോർത്ത് പോളും സൗത്ത് പോളും ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഹൗ ക്യാൻ യു മേക്ക് എ സിമ്പിൾ കോമ്പസ് അറ്റ് ഹോം. കോമ്പസ് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാന്ന്? ഫ്ലോട്ട് എ മാഗ്നറ്റൈസ്ഡ് നീഡിൽ ഓൺ കോർക്ക് ഇൻ വാട്ടർ, ഇറ്റ് ഷോസ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ എ കോമ്പസ് വർക്ക്. എങ്ങനെയാണ് ഈ കോമ്പസ് വർക്ക് ചെയ്യണതെന്ന് നോക്കാം. മാഗ്നറ്റിക് നീഡിൽ അലൈൻസ് വിത്ത് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ഷോ ഡയറക്ഷൻ. ഓക്കെ, അടുത്തത് വാട്ട് ആർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ലിസ്റ്റ് ദയർ പ്രോപ്പർട്ടീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മാഗ്നറ്റിക് ലൈൻസ് കാണുന്നുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അതായത് മീൻസ് കാണാൻ പറ്റില്ല, ഇമാജിനറി ലൈൻ ആണ്. ഇമാജിനറി ലൈൻ ഷോയിങ് മാഗ്നറ്റിക് ഫീൽഡ്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? മൂവ് ഫ്രം നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ്, നെവർ ഇൻ്റർസെക്റ്റ്, കൂട്ടിമുട്ടില്ല. അടുത്തത് ഡെൻസർ അറ്റ് പോൾസ്. ഓക്കെ, പോൾസിൽ ആണ് കുറച്ചും കൂടി കൂടുതൽ. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ വിത്ത് ആക്ടിവിറ്റി ഹൗ ലൈക്ക് ആൻഡ് അൺലൈക്ക് പോൾസ് ബിഹേവ്. എങ്ങനെയാണ് ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും ബിഹേവ് ചെയ്യുക? ബ്രിങ് നോർത്ത് ഓഫ് 1 മാഗ്നറ്റ് നിയർ നോർത്ത് ഓഫ് അനദർ, റിപ്പൾഷൻ. അതേതാ? ലൈക്ക് പോൾസിൻ്റെ കേസാണ് പറയുന്നത്. ബ്രിങ് നോർത്ത് ആൻഡ് സൗത്ത്. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും വന്നാൽ എന്ത് ചെയ്യും? അട്രാക്ഷനാണ്. സോ അവിടെ എന്താ നടക്കുന്നത്? അത് അൺലൈക്ക് പോൾസ് ആണല്ലേ. അടുത്തത് വൈ ഡു വി യൂസ് സോഫ്റ്റ് അയൺ ടു മേക്ക് ടെമ്പററി മാഗ്നറ്റ്. നമ്മൾ ടെമ്പററി മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സോഫ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ് അയൺ മാഗ്നറ്റൈസസ് ഈസിലി ബട്ട് ലോസസ് ക്വിക്കിലി. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെമ്പററി മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസം പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ ആകുമ്പോൾ പെട്ടെന്ന് മാഗ്നറ്റൈസ് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. ഓക്കെ, അടുത്തത് റൈറ്റ് 3 ഡിഫറൻസസ് ബിറ്റ്വീൻ എർത്ത് ജിയോഗ്രഫിക് പോൾസ് ആൻഡ് മാഗ്നറ്റിക് പോൾസ്. എർത്ത് ജിയോഗ്രഫിക് പോൾസിൻ്റെയും മാഗ്നറ്റിക് പോൾസിൻ്റെയും ഡിഫറൻസസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ജിയോഗ്രഫിക് പോൾസ് ആണെങ്കിൽ എർത്ത് ആക്സിസ് എൻസ്, മാഗ്നറ്റിക് പോൾസ് ആണ് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ്. ഓക്കെ, അടുത്തത് ഹൗ ഈസ് എ ഹോഷു മാഗ്നറ്റ് ഡിഫറെൻറ്റ് ഫ്രം എ ബാർ മാഗ്നറ്റ്. അപ്പോൾ ഹോഷു മാഗ്നറ്റിൻ്റെയും ബാർ മാഗ്നറ്റിൻ്റെയും ഡിഫറൻസ് ആണ്, ഹോഷു ഹാസ് ക്ലോസർ പോൾസ്, സ്ട്രോങ്ങർ അട്രാക്ഷൻ. അപ്പോൾ ഹോഷുവിന് എന്താണ്? കുറച്ച് ക്ലോസർ പോൾസ് ആണ്, അതേപോലെ അവരുടെ അട്രാക്ഷനും കുറച്ച് സ്ട്രോങ് ആണ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ മേക്കിംഗ് ഓഫ് എ ടെമ്പററി മാഗ്നറ്റ് ബൈ ദ സ്ട്രോക്കിംഗ് മെത്തേഡ്. അതായത് ടെമ്പററി മാഗ്നറ്റിൻ്റെ മേക്കിംഗ് സ്ട്രോക്കിംഗ് മെത്തേഡ് കൊണ്ടുള്ളത് നിങ്ങളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. റബ് മാഗ്നറ്റ് ഇൻ 1 ഡയറക്ഷൻ ഓവർ അയൺ മാഗ്നറ്റൈസസ് അയൺ. അയണിനെ എന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എക്സ്പ്ലെയിൻ ഡീമാഗ്നറ്റൈസേഷൻ ആൻഡ് വേസ് ഇൻ വിച്ച് മാഗ്നറ്റിക് ആൻഡ് ലോസ് മാഗ്നറ്റിസം. ഹീറ്റ്, ഹാമറിംഗ് ഓർ ഡ്രോപ്പിംഗ് എ മാഗ്നറ്റ് റിമൂവ്സ് മാഗ്നറ്റിസം. ഓക്കെ, അടുത്തത് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. 2 ബാർ മാഗ്നറ്റ് ആർ പ്ലേസ്ഡ് വിത്ത് നോർത്ത് ഫേസിംഗ് നോർത്ത്, വാട്ട് ഹാപ്പൻസ്? നോർത്തും നോർത്തും ആണ് ഫേസ് ചെയ്തിരിക്കുന്നത്, അതായത് ലൈക്ക് പോൾസ് ആണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? റിപ്പലാ ചെയ്യുക അല്ലേ. ദേ റിപ്പൽ ലൈക്ക് പോൾസ് റിപ്പൽ, അതായത് അവിടെ എന്താ ഉണ്ടാവുക? റിപ്പൽ ചെയ്യും. ഓക്കെ, വൈ ആർ പോൾസ് ഓഫ് മാഗ്നറ്റ് ആൾവേസ് ഫൗണ്ട് ഇൻ പെയേഴ്സ്. എന്തുകൊണ്ടാണ് പോൾസ് എപ്പോഴും പെയറായിട്ട്, അതായത് നോർത്ത് നോർത്ത് സൗത്ത് സൗത്ത് നോർത്ത് സൗത്ത് ഇങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് കട്ടിങ് എ മാഗ്നറ്റ് ക്രിയേറ്റ് ന്യൂ പോൾസ്. ഒരു മാഗ്നറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 പോൾസ് കിട്ടും. അടുത്തത് ഇഫ് എ കോമ്പസ് ഷോ റോങ് ഡയറക്ഷൻ വാട്ട് മേ ബി ദ റീസൺ. ഏതെങ്കിലും ഒരു കോമ്പസ് റോങ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതെന്താണ് കാരണം? ഇറ്റ് ഈസ് നിയർ അനദർ മാഗ്നറ്റ് ഓർ ഇലക്ട്രിക് ഡിവൈസ്. അത് വേറൊരു മാഗ്നറ്റിൻ്റെയോ ഇലക്ട്രിക് ഡിവൈസിൻ്റെയോ അടുത്തായിരിക്കും. ഓക്കെ, വിച്ച് മാഗ്നറ്റ് ഈസ് സ്ട്രോങ്ങർ, എ ബാർ മാഗ്നറ്റ് ഓർ എ ഹോഷു മാഗ്നറ്റ് ഓഫ് സെയിം സൈസ്? വൈ? ഏതാണ്? ബാർ മാഗ്നറ്റ് ആണോ ഹോഷു മാഗ്നറ്റ് ആണോ സ്ട്രോങ്ങർ?
ഹോഴ്ഷു. പോൾസ് ആർ ക്ലോസർ, ഫോഴ്സ് കോൺസെൻട്രേറ്റഡ്. ഹോഴ്ഷു ആണ് കുറച്ചും കൂടി സ്ട്രോങ്ങർ, കാരണം അതിൻ്റെ പോൾസ് തമ്മിൽ അധികം അകലമില്ല. ഓക്കെ. വൈ ഡു ട്രെയിൻ ഡോസ് ക്ലോസ് ഓട്ടോമാറ്റിക്കലി വിത്ത് മാഗ്നറ്റ്? നമ്മൾ ഈ ട്രെയിൻ ഡോസ് ഒക്കെ മാഗ്നറ്റ് കൊണ്ട് പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അടയ്ക്കുന്നത് എന്താ? മാഗ്നറ്റ് ആർ യൂസ് ടു കീപ് ദം ഷട്ട്. മാഗ്നറ്റ് അതിൽ യൂസ് ചെയ്തുകൊണ്ട്. ഇഫ് യു കീപ്പ് എ മാഗ്നറ്റ് നിയർ ടി വി ഓർ മൊബൈൽ ഇറ്റ് ഡിസ്റ്റർബ്സ് വർക്കിംഗ്. വൈ? നമ്മൾ ടി വിയുടെ അടുത്ത് മാഗ്നറ്റ് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അത് അതിൻ്റെ പ്രവർത്തനത്തെ ബുദ്ധിമുട്ടിക്കും. എന്തുകൊണ്ടാണ്? മാഗ്നറ്റ് എഫക്റ്റ് ഇലക്ട്രോണിക് സർക്യൂട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ വൈ നോർത്ത് ഓഫ് എർത്ത് മാഗ്നറ്റിക് പോൾ ഈസ് ആക്ച്വലി സൗത്ത് മാഗ്നറ്റിക് പോൾ. ബിക്കോസ് ഓപ്പോസിറ്റ് പോൾ അട്രാക്ട്. കോമ്പസ് നോർത്ത് ഈസ് അട്രാക്ട് ടു ഈസ്റ്റ്, എർത്ത് സൗത്ത് മാഗ്നറ്റിക് പോൾസ്. അതായത് ഓപ്പോസിറ്റ് പോൾസ് ആണല്ലോ അട്രാക്ട് ചെയ്യുക. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ മാഗ്നറ്റ് ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി? ഒരു മാഗ്നറ്റ് നല്ല രീതിക്ക് ചൂടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ലോസസ് മാഗ്നറ്റിസം. നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുണ്ടല്ലേ, അതിൻ്റെ മാഗ്നറ്റിസം പോവും. അടുത്തത് പറയുന്നത് വൈ ആർ ഇലക്ട്രോ മാഗ്നറ്റ്സ് മോർ യൂസ്ഫുൾ ദാൻ പെർമനൻറ്റ് മാഗ്നറ്റ്? ഇലക്ട്രോ മാഗ്നറ്റ് ആണ് കൂടുതൽ യൂസ്ഫുൾ. എന്താണ്? സ്ട്രെങ്ത് ക്യാൻ ബി കൺട്രോൾ, ക്യാൻ ബി സ്വിച്ച്ഡ് ഓൺ ഓർ ഓഫ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ സ്ട്രെങ്ത് എന്താണ്? കൺട്രോൾ ആണ്. വൈ ഡു വി പ്രിഫർ സ്റ്റീൽ ഫോർ പെർമനൻറ്റ് മാഗ്നറ്റ്? പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റീൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? റീറ്റെയിൻസ് മാഗ്നറ്റിസം ഫോർ ലോങ്. മാഗ്നറ്റിസം കുറേ നേരം പിടിച്ചു നിർത്തും. ഓക്കെ. അടുത്തത് ഡ്രോ ദ ഷേപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഒരു മാഗ്നറ്റ് വരയ്ക്കുക, നോർത്ത് പോളും സൗത്ത് പോളും വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ആ ടെക്സ്റ്റിൽ ആ ഫിഗർ നല്ല രീതിക്ക് പഠിച്ചോളൂ. അടുത്ത് പ്ലേസ് അയൺ ഫില്ലിങ്സ് ഓൺ എ പേപ്പർ ഓവർ എ മാഗ്നറ്റ്, വാട്ട് ഡു യു ഒബ്സർവ്? ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. ഫില്ലിങ്സ് അറേഞ്ച് അലോങ് ഫീൽഡ് ലൈൻസ് നിയർ ഡെൻസ് നിയർ പോൾസ്. ഈ ഫില്ലിങ്സ് ഒക്കെ എവിടെ അട്രാക്ട് ചെയ്തിരിക്കുക? പോൾസിലാണ് അട്രാക്ട് ചെയ്തിരിക്കുക. അടുത്തത് സസ്പെൻഡ് എ ബാർ മാഗ്നറ്റ് ഫ്രീലി, വാട്ട് ഹാപ്പൻസ്? ഒരു ബാർ മാഗ്നറ്റ് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അലൈൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഡ്യൂ ടു എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നിൽക്കുക. അതിന് കാരണം എന്താ? അതും ചോദിക്കും. എന്താ? എർത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാരണം. അടുത്തത് എക്സ്പ്ലെയിൻ വിത്ത് ആക്ടിവിറ്റി ഹൗ ടു ഷോ റിപ്പൽഷൻ ബിറ്റ്വീൻ ലൈക്ക് പോൾസ്. ഈ ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുക, അത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സസ്പെൻഡ് എ മാഗ്നറ്റ് ബ്രിങ് സിമിലർ പോൾ റിപ്പൽഷൻ ഒബ്സർവ്. ഒരു മാഗ്നറ്റ് വെറുതെ ഇടുക, എന്നിട്ട് അതിൻ്റെ അടുത്ത് ഇപ്പോൾ നോർത്ത് പോളിൻ്റെ അടുത്ത് നോർത്ത് പോൾ തന്നെ കൊണ്ടുവയ്ക്കുക, വേറൊരു മാഗ്നറ്റ് കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് റിപ്പൽ ചെയ്യുകയാണെന്ന്. ഓക്കെ. അടുത്തത് എക്സ്പ്ലെയിൻ വിത്ത് ആക്ടിവിറ്റി ഹൗ ടു മാഗ്നറ്റൈസ് എ നീഡിൽ. ഒരു നീഡിൽ എങ്ങനെയാണ് മാഗ്നറ്റ് ചെയ്യാന്ന് ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റബ്ബ് എ മാഗ്നറ്റ് ഇൻ വൺ ഡയറക്ഷൻ നീഡിൽ ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. ഓക്കെ. അടുത്തത് പ്ലേസ് എ മാഗ്നറ്റ് ഇൻസൈഡ് സാൻഡ്, വാട്ട് ഡു യു ഒബ്സർവ്? ഒരു മാഗ്നറ്റ് സാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇറ്റ് അട്രാക്ട് അയൺ ബീറ്റ്സ് നോട്ട് സാൻഡ്. അതിലുള്ള അയൺ ബീറ്റ്സിന് അത് അട്രാക്ട് ചെയ്യും. ഓക്കെ. അടുത്തത് ഡയഗ്രാം ക്വസ്റ്റ്യൻ ആണ്. ഷോ പോൾസ് ഓഫ് ഹോഴ്സു മാഗ്നറ്റ്. ഹോഴ്സു മാഗ്നറ്റിൻ്റെ ഒരു ഫിഗർ. ഓക്കെ. ഇതുപോലെ ഫിഗർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് നമുക്ക് പല ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഏത് വേണമെങ്കിലും ഒരു ഫിഗറിൽ കൊടുക്കാം, നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിലുള്ള എല്ലാ ഫിഗേഴ്സും പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ. അടുത്തത് ഹൗ ടു ഷോ ദാറ്റ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് മാക്സിമം മറ്റ് പോൾസിലാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതലെന്ന് എങ്ങനെ കാണിക്കാം? ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കാൻ. അപ്പോൾ ഡിപ്പ് മാഗ്നറ്റ് ഇൻ അയൺ ഫില്ലിംഗ് സ്റ്റിക്ക് മോർ അറ്റ് പോൾസ്. ഏതെങ്കിലും മാഗ്നറ്റ് അയൺ ഫില്ലിങ്സിൽ മുക്കുക, അപ്പോൾ അതിൽ എന്ത് സംഭവിക്കും? ഈ ഫില്ലിങ്സ് ഒക്കെ പോൾസിൽ പറ്റിപ്പിടിച്ചിരിക്കും. അടുത്തത് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റിയാണ് ഷോ അട്രാക്ഷൻ ഓഫ് അയൺ പിൻസ് ബൈ എ ബാർ മാഗ്നറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? പിൻസ് ക്ലിങ് നിയർ പോൾസ്. ഓക്കെ. അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ ടു ഡിറ്റക്ട് വെദർ ആൻഡ് അൺനോൺ റോഡ് ഈസ് മാഗ്നറ്റ്. ഒരു അൺനോൺ ആയിട്ടുള്ള റോഡ് അത് മാഗ്നറ്റ് ആണോ എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് വിത്ത് എ നോൺ മാഗ്നറ്റ്. നമുക്ക് അറിയുന്ന ഒരു മാഗ്നറ്റ് അതിൻ്റെ അടുത്ത് കൊണ്ടുവരിക, അത് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിരിക്കും? മാഗ്നറ്റ് ആയിരിക്കും. റിപ്പൽ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റ് ആയിരിക്കില്ല. ഓക്കെ. ചെക്ക് ഫോർ അട്രാക്ഷൻ റിപ്പൽഷൻ അറ്റ് പോൾസ്. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്സും ഈ ചാപ്റ്ററിലുള്ള എല്ലാ പോയിൻറ്സും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ടെക്സ്റ്റിലുള്ള ഫിഗർ, അതായത് നമ്മുടെ മാഗ്നറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ട് ചിത്രത്തിൽ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രം കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ കൂടെ ആ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ. താങ്ക് യു.